നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിനുള്ള ഏതാണ്ട് സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ചൂടിനേക്കാൾ വലിയ ചൂട് എല്ലായിടത്തും നടക്കുന്നു. ആരാണ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയെന്നും ആരാണ് ഭരണം കൈയാളുകയെന്നുമുള്ള ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളുടെ വാദങ്ങളും മറുവാദങ്ങളും ഒക്കെയായി ഇപ്പോൾ ഭാരതത്തിലെ എല്ലാവരും തിരക്കിൽ തന്നെയാണ്. അതിനിടെ BJP 400 സീറ്റുമായി അധികാരത്തിലെത്തും എന്ന് നരേന്ദ്രമോദി തന്നെ പറഞ്ഞിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ BJP അവരുടെ ആദ്യത്തെ സീറ്റ് നേടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുമ്പോഴാണ് ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി വിജയം ഉറപ്പിച്ചിരിക്കുന്നു. അതും NDA മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള വിവരം പുറത്തു വരുന്നത്. സൂററ്റിൽ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ജയിക്കുകയാണ് BJP. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അയോഗ്യനാക്കുകയും ചെയ്തു. സ്വതന്ത്രർ പിൻവാങ്ങി. ജയം BJPക്ക് തന്നെ. എതിരാളികളില്ലാതെ ജയവും പ്രാവർത്തികമാക്കി തുടങ്ങിയിരിക്കുകയാണ് BJP. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അയോഗ്യനാക്കിയതിന് പിന്നാലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പത്രിക കൂടി പിൻവലിച്ചതോടെ മോദിയുടെ ഗുജറാത്തിൽ ഒരു സീറ്റിൽ BJP തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ജയം ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. സൂററ്റിലാണ് BJP എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഗുജറാത്തിലെ BJP അധ്യക്ഷൻ CR പാട്ടീൽ സൂററ്റിലെ തങ്ങളുടെ BJPയുടെ സ്ഥാനാർത്ഥി മുകേഷ് ദലാലിന്റെ എതിരാളിയില്ലാതെ ഉറപ്പായ വിജയത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് മാത്രമാണ് ഇതുവരെ പൂർത്തിയായിരിക്കുന്നത്. വോട്ടെടുപ്പ് 7 ഘട്ടമായാണ് നടക്കുന്നത്. അതിൽ ആദ്യഘട്ടം മാത്രം കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് BJP. സൂററ്റിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുംഭാനിയുടെ പത്രിക ഞായറാഴ്ച വരണാധികാരി തള്ളിയിരുന്നു. നാമനിർദ്ദേശ പത്രികയിൽ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചവരുടെ ഒപ്പിൽ പൊരുത്തക്കേട് കണ്ടതിനെ തുടർന്നാണ് ജില്ലാ റിട്ടേണിംഗ് ഓഫീസർ സൗരഭ് പർഗി കോൺഗ്രസിന്റെ പത്രിക തള്ളിയത്. നാമനിർദ്ദേശം ചെയ്തവർ പിന്മാറിയതോടെ സൂററ്റിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാനാവാതെയായി. ഡമ്മി സ്ഥാനാർത്ഥിക്കും ഇത്തരത്തിൽ നാമനിർദ്ദേശം ചെയ്തവരുടെ പിന്മാറ്റം മൂലം മത്സരിക്കാനാകാതെ വന്നു. പക്ഷേ BSP അടക്കം സ്വതന്ത്രന്മാരും സൂററ്റിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പത്രിക നൽകിയിരുന്നു. ഇവർ ഒന്നടങ്കം പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയായ ഇന്നലെ മത്സരത്തിൽ നിന്ന് പിന്മാറി. BJP സ്ഥാനാർത്ഥിക്ക് അങ്ങനെ വിജയം ഉറപ്പാക്കുകയായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ അയോഗ്യതയും മറ്റെല്ലാ സ്ഥാനാർത്ഥികളും മത്സരത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തതോടെ സൂറത്ത് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് BJPയുടെ മുകേഷ് ദലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യം BJP ഉറപ്പാക്കി കഴിഞ്ഞു. പാർട്ടിയുടെ ഗുജറാത്ത് ഘടകം മേധാവി CR പാട്ടീൽ ഇക്കാര്യം പങ്കുവയ്ക്കുകയും വോട്ടെടുപ്പ് കഴിയും മുമ്പ് തന്നെ ഒരു സീറ്റിൽ താമര വിരിഞ്ഞതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 8 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം മത്സരം വേണ്ടെന്ന് വെച്ചത്. 7 സ്വതന്ത്രരും BSPയുടെ പ്യാരേലാൽ ഭാരതിയും പത്രിക പിൻവലിക്കുകയായിരുന്നു. BJPയുടേതല്ലാത്ത എല്ലാ സ്ഥാനാർത്ഥികളും സൂററ്റിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത് അത്ര നിർദോഷകരമായി കാണാനാവില്ല എന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു. ഏപ്രിൽ 22 നടക്കേണ്ട തെരഞ്ഞെടുപ്പിന് മുന്നേ BJP സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയും BJP വിജയം ആഘോഷിക്കുകയും ചെയ്തത് മോദി ഇന്ത്യയുടെ പുത്തൻ മുഖമാണ് ഗുജറാത്തിലൂടെ പുറത്തു വരുന്നതെന്ന ആരോപണവും വരുന്നുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രികയിലെ ഒപ്പ് തങ്ങളുടേതല്ലെന്ന സൂക്ഷ്മ പരിശോധനാ ദിവസമായ ശനിയാഴ്ച നാമനിർദ്ദേശം ചെയ്തവർ നേരിട്ട് വരണാധികാരിക്ക് സത്യവാങ്മൂലം നൽകുകയായിരുന്നു. ഇത് എന്തുകൊണ്ടാണ് എന്ന് വ്യക്തവുമല്ല. മണി പവറും മസിൽ പവറും ഒരുപോലെ BJP ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നുവെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. സൂററ്റിലെ സംഭവ വികാസങ്ങളിൽ ജനാധിപത്യം ഭീഷണിയിലാണ് എന്നാണ് സൂചിപ്പിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് എക്സിലെ പോസ്റ്റിൽ പറയുന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പ്, നമ്മുടെ ജനാധിപത്യം, ബാബാ സാഹേബ് അംബേദ്കറുടെ ഭരണഘടന എല്ലാം തലമുറകളുടെ ഏറ്റവും വലിയ ഭീഷണിയിലാണ്. ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കൂടിയാണെന്ന് ജയറാം രമേശ് ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സൂററ്റിൽ താമര തെരഞ്ഞെടുപ്പിന് മുമ്പേ വിരിയുമ്പോൾ പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് മോദി തുപ്പിയ വിഷം കണ്ടില്ലെന്ന് നടിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് ജയറാം രമേശിന്റെ വാദം. രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിലെ മുസ്ലിം പരാമർശത്തിൽ പ്രതിപക്ഷം നടപടി ആവശ്യം ശക്തമാക്കുകയും പ്രതിഷേധം കനപ്പിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് പ്രതികരിക്കാനില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞുമാറിയത്. മോദി സമുദായത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി അയോഗ്യനാക്കുകയും പാർലമെന്റിൽ കയറ്റാതിരിക്കുകയും ചെയ്തവരാണ് പച്ചയ്ക്ക് മുസ്ലിം വിരുദ്ധത പറഞ്ഞിട്ടും മോദിക്കെതിരെ വിരലനക്കാത്തത്. രണ്ടുതരം നീതി ഇന്ത്യ കാണാൻ തുടങ്ങിയിട്ട് 10 കൊല്ലത്തോളമായി. മോദി പരാമർശങ്ങൾ അതിരുകടക്കുമ്പോഴും മൗനം പാലിക്കുന്ന ഇന്ത്യയിലെ സ്വതന്ത്ര സംവിധാനങ്ങൾ രാജ്യത്തെ ജനാധിപത്യത്തെ എന്നെ സംശയനിഴലിലാക്കി കഴിഞ്ഞു എന്നാണ് ഇവരുടെ വാദം. നുഴഞ്ഞു കയറിയവരെന്നും കൂടുതൽ കുട്ടികളുള്ളവരെന്നും മുസ്ലിങ്ങളെ വിളിച്ച് കോൺഗ്രസ് അവർക്ക് നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം വീതിച്ചു നൽകുമെന്ന് തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നീങ്ങുമ്പോൾ മൗനം പാലിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പുറത്തെ സ്ഥാനാർത്ഥികളെല്ലാം അവസാന നിമിഷം പിൻവാങ്ങി എതിരില്ലാതെ ജയിക്കാനുള്ള പാറ്റേൺ കൂടി നിർമ്മിക്കുകയാണ് BJP എന്നാണ് ഇവരുടെ വാദം. ഇനി അങ്ങനെയെങ്കിൽ ജയറാം രമേശിനോട് ഒരു ചോദ്യം: ആരാണ് ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദി? സ്വന്തം സ്ഥാനാർത്ഥിയുടെ പത്രികയിൽ
ആ പത്രികയിൽ പിന്താങ്ങുന്നവരുടെ ഒപ്പ് കൃത്യമാണോ എന്ന് പോലും അറിയാതെ, അല്ലെങ്കിൽ അവരെ മറ്റൊരാൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ആൾക്കാരെ മാത്രമേ നിങ്ങൾക്കവിടെ ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പിന്താങ്ങാൻ കിട്ടുമായിരുന്നുള്ളൂ. മറ്റുള്ളവരെ ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കോൺഗ്രസിന്റെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണം കോൺഗ്രസിന്റെ പ്രവർത്തികൾ തന്നെയാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട മോദിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശമാണെങ്കിൽ അത് എത്രയോ നാളുകൾക്ക് മുമ്പ് കോൺഗ്രസ് തന്നെ പറഞ്ഞ കാര്യമാണ്. അത് എടുത്തു പറയുക മാത്രമാണ് മോദി ചെയ്തതെന്ന് വ്യക്തമാകുമ്പോഴും കടന്നാക്രമിക്കാനും ന്യൂനപക്ഷ വോട്ടുകൾ പെട്ടിയിലാക്കാനും മാത്രമുള്ള ശ്രമമാണ് ഇപ്പോൾ ജയറാം രമേശ് അടക്കമുള്ളവർ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളുമായി വരുന്നതെന്ന് വ്യക്തമാവുന്നുണ്ട്.